Wake up, young man. താനോ? Yes. Happy to see me? എന്താ സംശയം? അവൻ ആര്? രാഹുലോ? തനിക്കവനെ നേരത്തെ അറിയാമോ? പിന്നെ ഞങ്ങൾ ഫ്രണ്ട്സ് അല്ലേ? അപ്പോൾ എന്നെ പറ്റിക്കുമായിരുന്നു. നിങ്ങൾ ഒരുമിച്ചാണല്ലേ? കഴിക്കുമാശേ, നല്ല വിശപ്പ് കാണുമല്ലോ. ഇവിടെ അടുത്ത് കിട്ടുന്ന ഏറ്റവും നല്ല ദോശയും കടലക്കറിയാ. അപ്പോൾ നിങ്ങൾ രണ്ടും കൂടി ഗ്യാങ് ചേർന്ന് എന്നെ പറ്റിക്കുമായിരുന്നു അല്ലേ? ശരി. ഞങ്ങൾ പറ്റിച്ചെന്നോ? ഒരു ചേഞ്ച് വേണം നിങ്ങളല്ലേ പറഞ്ഞത്. നല്ല കറി. ഞാനൊരു വിഡ്ഢിയെപ്പോലെ നിങ്ങളുടെ ട്രാപ്പിലങ്ങ് വീണു. വിഷമിക്കാതെ കുട്ടു. ഞങ്ങൾ കുട്ടുവിൻ്റെ ഫ്രണ്ട്സ് അല്ലേ? വിഷയം നിങ്ങളെക്കുറിച്ച് എല്ലാം പറഞ്ഞു. നല്ല മിടുക്കനാണ്. കം ഓൺ രാഹുൽ. ഗുട്ടു നല്ല ആളാ. എനിക്കിഷ്ടമാണ്. ശരി, നിനക്കിഷ്ടമാണ്. പക്ഷെ അങ്ങേർക്ക് നിന്നെ കൊല്ലാനുള്ള ദേഷ്യമുണ്ട്. നോക്ക് നോക്ക്, ആ മോന്തം നോക്ക്. വിശപ്പില്ല. ഇങ്ങോട്ടിരിക്കേ. എന്തു പറ്റി? വേണ്ട കുട്ടു. അവൻ്റെ കൂടെ കിടന്ന് മറിയാൻ നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. രാഹുൽ എൻ്റെ ബോയ് ഫ്രണ്ട് അല്ലേ? എന്താ നിങ്ങളുടെ ഉദ്ദേശം? എന്നോട് ദേഷ്യപ്പെടാതെ കുട്ടു. ഗുട്ടോ? ആരുടെ ഗുട്ടു? എന്നെ അങ്ങനെ വിളിക്കണ്ട. എനിക്ക് നിന്റെ തന്തയുടെ പ്രായമുണ്ട്. ഡോണ്ട് ഗെറ്റ് അപ്സെറ്റ് കുട്ടു. ഇതൊരു സ്വപ്നം പോലെയാ. നമ്മളെ ഉണർത്തുന്നൊരു സ്വപ്നം. നീ എന്നെ പഠിപ്പിക്കാനൊന്നും വരണ്ട. പുതിയ പാഠങ്ങൾ പഠിക്കേണ്ട പ്രായമൊക്കെ കഴിഞ്ഞു. നിന്റെ സൈക്കോളജി വേണ്ട, അത് കുറേ കേട്ടതാ. ഗുട്ടു ഒരുപാട് പ്രശ്നങ്ങൾ കൊണ്ടു നടക്കുന്ന ഒരാളാണ്. പക്ഷേ അതൊട്ട് സമ്മതിക്കേയില്ല. നിന്റെ അസുഖം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ഒരാൾ പോരാ നിനക്ക്, അതാ കാര്യം. ഗുട്ടുവിൻ്റെ ദേഷ്യമൊക്കെ മാറിയിട്ട് നമുക്ക് പിന്നെ സംസാരിക്കാം. നിനക്കൊരു തോന്നൽ കാണും ഞാൻ ആ ചെറുക്കനുമായിട്ട് മത്സരിക്കാൻ നിൽക്കുകയാണെന്ന്. കഷ്ടം. ഞാൻ ജീവിതം കുറേ കണ്ടവനാണ്. എൻ്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ എനിക്കറിയാം, നന്നായിട്ടറിയാം. ഒന്നുറപ്പായി, നീ അവൻ്റെ കൂടിയാ. എന്നാൽ പിന്നെ എല്ലാം കൂടെ കുലിക്കൊണ്ട് എൻ്റെ അടുത്ത് വന്നേക്കരുത്. ഞാൻ അവൻ്റെ കൂടെ അല്ല ഗുട്ടു. സത്യത്തിൽ ഞങ്ങൾ രണ്ടുപേരും ഗുട്ടുവിൻ്റെ കൂടെയാണ്.
ഐ നോ. അവൻ എൻ്റെ തലയ്ക്കൽ വന്നിരുന്നപ്പോഴേ എൻ്റെ പ്ലാൻ വർക്ക് ചെയ്യുമെന്ന് മനസ്സിലായി. ഉറങ്ങുന്ന പോലെ കണ്ണുമടച്ച് ഞാൻ അവിടെ തന്നെ കിടന്നു. എന്നിട്ട് ഒരു 5 മിനിറ്റ് അത്ര എടുത്തുള്ളൂ. ഗുട്ടു, ഇപ്പം എന്തോ വേണ്ടേ? പാവം. എന്നെ പാവമൊന്നും വെക്കണ്ട. ഞാൻ രാഹുലിനോട് ഗുട്ടുവിനെ ഇവിടെ പുറത്തൊക്കെ കറങ്ങി നടക്കാൻ സമ്മതിക്കാൻ പറയാം. ഗുട്ടു ഓടിക്കളയൊന്നുമില്ലല്ലോ. ഞാനങ്ങ് ഓടിപ്പോയാലോ? എന്താ വെടിവെച്ചുല്ലോ? എനിക്ക് നിൻ്റെ സഹായമൊന്നും വേണ്ട. എൻ്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. ഞാൻ എങ്ങനെയെങ്കിലും സ്വസ്ഥമായി കഴിയുമ്പോഴാണല്ലോ നീയൊക്കെ കൂടെ കയറി വന്നത് സഹായിക്കാൻ. ഇതൊക്കെ കഴിയുമ്പോൾ ആർക്കറിയാം, ഗുട്ടു ഞങ്ങളോട് ചിലപ്പോൾ താങ്ക്സ് വരെ പറഞ്ഞേക്കും. താങ്ക്സ് എന്തിന്? എൻ്റെ സ്വസ്ഥത ഇല്ലാതാക്കിയതിനോ അതോ എൻ്റെ സന്തോഷം നശിപ്പിച്ചതിനോ? സന്തോഷം. ഗുട്ടുവിന് എന്ത് സന്തോഷം ഉണ്ടായിരുന്നത്? പിന്നെ സ്വസ്ഥത, ദാറ്റ്സ് നോ ബിഗ് ഡീൽ. മറ്റാരുമില്ലാതെ ഒറ്റയ്ക്ക് ജീവിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു റുട്ടീനാണ് ഈ സ്വസ്ഥത. അങ്ങനെ ഒറ്റയ്ക്ക് കിടന്ന് ഞാൻ കഷ്ടപ്പെട്ടെങ്കിൽ അതെൻ്റെ പ്രശ്നം. നോക്ക്, ഒരോണം കയറാൻ മൂലയിൽ നിന്ന് വന്ന ആളൊന്നുമല്ല ഞാൻ. ലോകം കുറേ കണ്ടതാ, കുറേ ജീവിച്ചിട്ടുമുണ്ട്. പക്ഷെ നിങ്ങളെപ്പോലെയല്ല. ജീവിതത്തിൽ നന്മയ്ക്കുള്ള സ്ഥാനം അതെനിക്കറിയാം. നന്മ വിഷയ നിൻ്റെ ഈ ചെറുപ്പവും ജീവിത രീതിയും വെച്ച് നോക്കുമ്പോൾ നിനക്കതെന്താണെന്ന് പോലും അറിയാനിടയില്ല. അതിന് പ്രായവും പക്വതയും വേണം. ഈ നന്മയെന്നൊക്കെ പറയുന്നത് ചിലപ്പോൾ ഒരു മറയായിരിക്കും. നമ്മുടെ മനസ്സ് ഒളിഞ്ഞിരിക്കാൻ ഉണ്ടാക്കുന്ന മര.